ഹണി ഫ്രം രാജസ്ഥാൻ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ജസ്വന്ത് താള എന്ന് പറഞ്ഞിട്ടൊരു മാർബിൾ വെച്ച് പണിതിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആട്ടോ. ഇത് നമ്മുടെ മെഹ്റാൻഗഡ് ഫോർട്ടിൽ നിന്ന് തൊട്ടടുത്താണ്. ഈ സ്ട്രക്ചർ ജസ്വന്ത് സിംഗ് സെക്കൻഡ് എന്ന് പറഞ്ഞ രാജാവിന്റെ മെമ്മോറിയത്തിന് വേണ്ടിയിട്ട് പുള്ളിയുടെ മകൻ പണിയിപ്പിച്ചൊരു സെനോറ്റോഫ് ആണ്. ഈ സെനോറ്റോഫിന് താജ്മഹൽ ഓഫ് മാർവാർ എന്ന് പറഞ്ഞൊരു പേരും കൂടി ഉണ്ട്. ഇവിടെ നല്ല രസമുള്ള ഒരു സ്ഥലം കേട്ടോ. ഫുൾ മാർബിൾ കൊണ്ട് പണിഞ്ഞിട്ടുള്ള സ്ഥലം. പിന്നെ ഇവിടെ നിന്ന് മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് താഴെ കാണുന്ന പഴയ ജോധ്പൂർ സിറ്റിയാണ്, അതായത് ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്ന പഴയ ജോധ്പൂർ. ഈ കാണുന്നത് മെഹ്റാൻഗഡ് ഫോർട്ട് വാളാണ് കേട്ടോ. ഇനി നമുക്ക് ജസ്വന്ത് താഴെ അകത്ത് പോയി നോക്കാം. ഇതൊരു രാജസ്ഥാനി രാജാവ് പണിതുപോലെ എല്ലാവരും എനിക്ക് തോന്നിയത്. ഒരു മുഗൾ ആർക്കിടെക്ചർ വൈബ് ഉണ്ട് ഫുൾ. ഇതിന്റെ അകത്തും ഫുൾ ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് മാർബിൾ വെച്ചിട്ടാണ്. ഈ ചെറിയ ചെറിയ വിൻഡോസ് ഉണ്ട്, അത് മാത്രമാണ് വുഡ് വെച്ചിട്ട് പണിതിട്ടുള്ളത്. ബാക്കി മൊത്തം മാർബിൾ ആണ് കേട്ടോ. ഈ എൻറ്റയർ ഏരിയ മെഹ്റാൻഗഡ് ഫോർട്ട് വാൾ വെച്ച് കവേർഡ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ട് നോക്കിയാൽ ആ ഫോർട്ടിന്റെ വാൾ കാണാം. പിന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തായിരുന്നു. താഴേക്ക് വന്നപ്പോൾ വീണ്ടും കുറേ ടൈപ്പ് സെനോറ്റാഫ്സ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾ വൈകിയാണ് ജോധ്പൂർ എത്തിയത്. അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ ഇത് കണ്ടു തീർത്തിട്ട് മെഹ്റാൻഗഡ് ഫോർട്ടിലേക്ക് പോയി. പ്രേതബാധയ്ക്കുള്ള ഫോട്ടോ അല്ലേ, അപ്പോൾ അതല്ലേ ആദ്യം കാണേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് ഓടി. ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ മിക്കവാറും പ്രേതത്തെ കാണാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിന് ഏകദേശം ഉറപ്പായി. ഫുള്ളി ഈ വെജിറ്റബിൾ പെയിന്റ് വെച്ചിട്ടാട്ടോ. ഇവിടെ ഡെക്കറേഷൻസ് മൊത്തം വെജിറ്റബിൾ പെയിന്റ് വെച്ചിട്ടുള്ള പെയിന്റിംഗ്സ് ആണ്. ബാക്കി മൊത്തം ഈ കളർ ജോധ്പൂർ മാർബിൾ വെച്ച് തന്നെ പണിതിരിക്കുകയാണ്. ജോധ്പൂർ റോക്ക് വെച്ചിട്ട് പണിതിരിക്കുന്ന ബിൽഡിംഗും സ്ട്രക്ചേഴ്സും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രാജകൊട്ടാരം അതുപോലെ തന്നെയാണ് അവർ പണിതിരിക്കുന്നത്. ഞങ്ങൾ എൻട്രി ടിക്കറ്റ് കൂടാതെ 50 rupees എക്സ്ട്രാ കൊടുത്തിട്ട് ലിഫ്റ്റിൽ കയറിയാട്ടോ മുകളിലേക്ക് പോയത്. ബിക്കോസ് എല്ലാം നമ്മളിങ്ങനെ കണ്ടു വരുമ്പോഴേക്കും നല്ല ടയർഡ് ആവും. ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ നടത്താറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ടേബിളും ചെയർസ് ഒക്കെ ഇട്ടിട്ടുള്ളത്. ഡിന്നറും പ്രൈവറ്റ് ബുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഇവിടെ കുറേ പീരങ്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ഏരിയയിൽ നിന്നും ഉണ്ട്. ഗാർഡിങ്ങിന് വേണ്ടിയിട്ട് പണ്ട് വെച്ചതായിരിക്കും. അതിൽ അവിടുത്തെ രാജകൊട്ടാരത്തിന്റെ സിമ്പിളും അതുങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആ ബ്ലൂ ഹൗസിലുള്ള വഴിയിലൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അതിന്റെ കുറേ ഫോട്ടോസും പിന്നെ മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ പല സ്ഥലത്തു നിന്ന് കണ്ടായിരുന്നു കേട്ടോ. ഈവനിംഗ് ടൈമിൽ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് വരുന്നതിന്റെ ഏറ്റവും വലിയ പേർക്ക് എന്താണെന്നറിയോ? നല്ല അടിപൊളി പിക്ചേഴ്സ് കിട്ടും. ഗോൾഡൻ ലൈറ്റിൽ നല്ല അടിപൊളി പിക്ചേഴ്സ്. പ്രേതബാധയുള്ള കൊട്ടാരമാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ നോക്കിയായിരുന്നു. ഇവിടെ മരിച്ചുപോയ രാജാവിന്റെ പ്രേതാട്ടോ ഉള്ളത്. പക്ഷെ എവിടെയാണെന്ന് അറിയില്ല. ഇതുവരെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. ഇവിടെ കുറേ ആസ് യൂഷ്വൽ മ്യൂസിയംസും പിന്നെ കുറേ ടൂറിസ്റ്റ് ബേസ്ഡ് കടകളും അങ്ങനത്തെ സ്ഥലങ്ങൾ തന്നെയായിരുന്നു ഇതിൻ്റെ അകത്തും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ശീഷ് മഹൽ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തെ റൂംസ് ഒക്കെ വളരെ കളർഫുള്ളും ബ്രൈറ്റും വൈബ്രൻറ്റും ആയിരുന്നു. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആൻഡ് ദാറ്റ് ഐ thoroughly enjoyed a lot. ഈ ശീഷ് മഹലിൻ്റെ അകത്ത് ഒരു വാട്ടർ ബോഡി ഉണ്ട് കേട്ടോ. ചിലപ്പോൾ അതിൽ ലൈറ്റ് തട്ടിയിട്ടുള്ള റിഫ്ലക്ഷൻ കാരണമായിരിക്കും ഇത്രയും ഭംഗിയായിട്ട് നമുക്കത് കാണാൻ പറ്റുന്നത്. ഇത് ഇവിടുത്തെ ദർബാർ ആട്ടോ. ലുക്ക് അറ്റ് ദ കളേഴ്സ് ആൻഡ് ദ വൈബ്രൻസി. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ അപ്പൂപ്പിന് നല്ല താടിയും നല്ല ഭംഗിയുള്ള മീശയായിരുന്നു കേട്ടോ. പുള്ളിനെ കാണാൻ വേണ്ടി ഞാൻ ആ വിഷൽ എടുത്തത്. ദർബാർ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുകളിലേക്കാട്ടോ പോയത്. ഇവിടെ റാണിമാരുടെ റൂമാണ്. ലുക്ക് അറ്റ് ദ ടിൻറ്റഡ് വിൻഡോസ്. ആ വിൻഡോസിൽ കൂടെയുള്ള ലൈറ്റ് വരുമ്പോൾ എന്ത് രസമല്ലേ കാണാൻ. അതാ ഞാൻ പറഞ്ഞത്, നല്ല വൈബ്രന്റ് കളേഴ്സ് ആണ് ഇവിടെ ഫുൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൊമെന്റിൽ ഞാൻ ഐഫോൺ നന്നായിട്ട് മിസ് ചെയ്തു കേട്ടോ. ബിക്കോസ് എൻ്റെ ഫോൺ അത് കറക്റ്റായിട്ട് ക്യാപ്ചർ ആയെന്ന് പോലും എനിക്ക് തോന്നില്ല. പിന്നെ ഈ ആർക്കിടെക്ചറിന്റെ ഭംഗിയൊക്കെ നോക്ക്, എന്ത് രസമല്ലേ. ഇവിടെ സ്വിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബേർഡ് ഉണ്ട് കേട്ടോ. അതിന്റെ കൂടെ നിങ്ങൾ ആ മുകളിൽ കാണുന്നത്. ഇവർ അതിനെ അവിടെ നിന്ന് ഓട്ടി പായിക്കോ അങ്ങനെ ഒന്നും ചെയ്യില്ല. ദേ ജസ്റ്റ് ലെറ്റിംഗ് ദം സ്റ്റേ ദർ. ഇത് പുറത്തിറങ്ങിയപ്പോഴേക്കും ഒരുപാട് ഷോപ്പിംഗ് പ്ലേസസ് ഉണ്ടായിരുന്നു. നല്ല എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ. എവറിത്തിങ് ഇൻസൈഡ് ഉണ്ടായിരുന്ന എല്ലാം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷെ നല്ല അടിപൊളി സ്റ്റഫ് ഉണ്ടായിരുന്നു. പിന്നെ ദുപ്പട്ടാസ് ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ വാങ്ങിയില്ലായിരുന്നു. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ പ്രോപ്പർ സൺസെറ്റ് ആയിരുന്നു. ആ സൺസെറ്റും പിന്നെ ജോധ്പൂരിന്റെ ബ്ലൂ സിറ്റിയും ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ആൻഡ് മാജിക്കൽ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ ഒരു പ്രേതവും കണ്ടില്ല കേട്ടോ. നല്ല ക്രൗഡായിരുന്നു. അപ്പോൾ അതിന്റെ മാത്രം കുഴപ്പമുണ്ടായുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.